ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അൽഹംദുലില്ലാ നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിൽ നിന്ന് തുടങ്ങാന്നുണ്ടെങ്കിൽ കുന്നോളം പാത്രങ്ങളാട്ടോ ആദ്യം കഴുകാൻ. ഈ പാത്രങ്ങളൊക്കെ ഞാൻ ഒരു ഹോട്ടലിലാണ് കഴുകുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പോക്കറ്റ് മണി ആയാനല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയായിട്ട് ചിന്തിക്കുക, എന്തുമ്പേ എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നാട്ടോ ഞാൻ ആദ്യം ചിന്തിക്കുക. ചെറിയ ചെറിയ ഇതായ വരുമാനമായാലും മതി. അപ്പോൾ നമ്മളെ വീട്ടിലിരുന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ മെനക്കേടില്ലാത്ത എന്തെങ്കിലും ഒരു വർക്ക് നമ്മൾ ഏറ്റെടുത്തേ പറ്റൂ കേട്ടോ. എപ്പോഴും അടുക്കളപ്പണിയായിട്ട് ഒതുങ്ങി കൂടരുത് എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് കേട്ടോ. ഇന്നത്തെ വീഡിയോ അതുതന്നെയാണ് കേട്ടോ. അടുക്കള സംബന്ധമായൊരു വീഡിയോ അല്ല, നമ്മളെ ജോലി സംബന്ധമായൊരു വീഡിയോ ഉണ്ട്. ഒരു ചെറിയൊരു മോട്ടിവേഷനായി കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 രൂപയെങ്കിൽ 1 രൂപ നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ അതൊരു പൊലിവല്ലേ. സംഭവം ശരി തന്നെ കേട്ടോ. നമുക്ക് ഏകദേശം ഒരു ധാരണയൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരുപാട് വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ ഉണ്ട് കേട്ടോ. ഞാനങ്ങനെ ഒരു ഓൺലൈൻ തട്ടിപ്പിൽ പെട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പെട്ടു, ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോബ് കണ്ടെത്തി വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റണം എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ ഞാൻ അങ്ങനെ തുടങ്ങിയത്. ഫസ്റ്റ് ഞാനൊരു ഹെയർ ബാൻഡ് ബിസിനസ് തുടങ്ങി. അത് കഴിഞ്ഞ് അതിന് അത്യാവശ്യമൊക്കെ എനിക്ക് വരുമാനം കിട്ടിയിട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ മൂവിങ് കുറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നെയ് സ്ലിപ്പ്, വെക്കേഷൻ സമയത്ത് നെയ് സ്ലിപ്പിൻ്റെ ഒരു പിക്കൊക്കെ വെച്ചിട്ടുള്ള നെയ് സ്ലിപ്പായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനൊരു വരുമാനം എനിക്ക് കിട്ടും. പിന്നെ ഞാനിപ്പോൾ വിഷ്ലിങ്ങിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ മീഷോ ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുക. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം തുടങ്ങണം എല്ലാവരും കേട്ടോ. എപ്പോഴും നമ്മൾ അടുക്കളയത്തെ പണിയുണ്ട്, എന്നപ്പോൾ നമ്മളെ പണി തീരല്ലേ. വെക്കൽ, വിളമ്പൽ, രാവിലെ ആവണു, കുട്ടികളെ നോക്കണു, വീണ്ടും വെച്ചുണ്ടാക്കുന്നു, പിന്നെ വൈകുന്നേരത്തേക്കുള്ളത്, അങ്ങനെ ഓരോ ദിവസം കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ ലൈഫ് ഇങ്ങനെ തീരുകയെന്ന്? എൻ്റെ അമ്മച്ചി പറയാൻ എന്താണെന്നറിയോ, നിങ്ങൾ എപ്പോഴും അടുക്കളയിൽ ഒതുങ്ങി കൂടിയിട്ട് വാർദ്ധക്യത്തിൽ നമ്മൾ പണിക്കിറങ്ങേണ്ട ഒരു അവസ്ഥ വരരുത് കേട്ടോ. കാരണം എൻ്റെ അമ്മയുടെ അവസ്ഥ അതായിരിക്കും ഉമ്മ അങ്ങനെ ഒരു മോട്ടിവേഷൻ എനിക്ക് തരുന്നത് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കും, എപ്പോഴും ഒതുങ്ങി കൂടിയിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. അതാണ് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ വർക്ക് കണ്ടെത്തി, അല്ല അത്യാവശ്യം നമുക്ക് ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കാനുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തണം കേട്ടോ. ചിലവർക്കുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ട്, ഭർത്താവിനൊരു താങ്ങാവണം, മാനിപ്പാനി നോക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ എന്താണെന്നറിയോ, അതിങ്ങനെ ഇറങ്ങാനുള്ളൊരു ധൈര്യക്കുറവ്, ഒരു സപ്പോർട്ടില്ലായി, അങ്ങനെ ഉണ്ടാവില്ലേ. അങ്ങനെയൊന്നും പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഒരു ഓൺലൈൻ ജോബ് പോയി തല വെച്ചു കൊടുത്തിട്ടോ. അതിലാണ് കുടുങ്ങിയിട്ട് പിന്നെ കയ്യും കാലും അടിച്ച് തുഴഞ്ഞ് നീച്ച് വന്നപ്പോൾ എനിക്കൊരു ധൈര്യം കിട്ടിയിട്ടോ. പിന്നെ എന്ത് ബിസിനസ് ചെയ്യാൻ നല്ലൊരു ധൈര്യം കേട്ടോ. പിന്നെ ഞാൻ ഹെയർ ബാൻഡിൻ്റെ തുടങ്ങി, അതുപോലെ തന്നെ നെയിൽ സ്ലിപ്പിൻ്റെ, പിന്നെ ഈ വിഷ് ലിങ്കിൻ്റെ, അങ്ങനെ തുടങ്ങുമ്പോഴൊക്കെ എവിടെ ഫ്ലോപ്പ് ആവാതെ എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊന്നും വീണ്ടും വരാതെ ഞാൻ ശ്രദ്ധിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്കും പറയുള്ളത്, എന്തെങ്കിലുമൊക്കെ കുടുങ്ങുമ്പോൾ നമ്മൾ കയ്യും കാലോട്ട് തുഴഞ്ഞ് നീച്ച് വരുമ്പോൾ നമുക്കതൊരു ധൈര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഒതുങ്ങി കൂടിയിട്ട് നമ്മളെ ഭർത്താവിന് വരുമാനമുണ്ട്, അവർക്ക് വരുമാനമുണ്ട്, ഇവർക്ക് വരുമാനമുണ്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കേട്ടോ. നമുക്ക് സ്വന്തമായിട്ട് 10 രൂപ ഉണ്ടാക്കാൻ പറ്റും, അടുക്കളയിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുക പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റുമല്ലോ, കുട്ടികളെ നോക്കണ്ടേ. പക്ഷെ അല്ല, അടുക്കളയിൽ നമ്മളെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ സമയം നോക്കി നമുക്കൊരു ജോലി കണ്ടെത്തിയാൽ മതി. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മളെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ ലിങ്കല്ല, ഇപ്പോൾ ഈ വിഷ് ലിങ്ക് എടുത്തതിന് തുടങ്ങിയ ശേഷം എന്ത് വീഡിയോ ചെയ്യുമ്പോൾ ലിങ്ക് ഇത് മാത്രമേ വരുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ അടുക്കളയിൽ ഒതുങ്ങി കൂടേണ്ടവരല്ലാന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക് ചെയ്യാൻ തീരുമാനിക്കുക. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തോന്നണം എനിക്കൊരു ജോലി ഉണ്ടാവണം എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.